Hello friends, welcome back to Code Blasters. So last class we discussed H1 tag, H2 tag, P tag, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ വാട്ട് ആർ ഇൻലൈൻ എലിമെന്റ്സ് ആൻഡ് വാട്ട് ആർ ബ്ലോക്ക് എലിമെന്റ്സ്. സോ ഫസ്റ്റ് ബ്ലോക്ക് എലിമെന്റ്സ് എന്താണെന്ന് പഠിക്കാം. ഇവിടെ H1 ടാഗ്, P ടാഗ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഓൺ എ ന്യൂ ലൈൻ അല്ലേ. ഓൾവേസ് ഇതൊരു ന്യൂ ലൈനിലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ ഒരു എക്സ്ട്രാ സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ ആൻഡ് അതാണ് ഒരു ബ്ലോക്ക് എലിമെന്റ്സ്. സോ മെയിൻലി H1 ടാഗ്, P ടാഗ് ആൻഡ് ദർ ഈസ് വൺ മോർ ടാഗ് കോൾഡ് div ടാഗ്. div ടാഗ് എന്ന് വെച്ചാൽ ഡിവിഷൻ. ഇതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ അറിയണമെന്നില്ല, അത് ഞാൻ ഫർദർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നായിരിക്കും. സോ ബേസിക്കലി ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. P tag, this is an example, and just check, refresh ചെയ്ത് it starts on a new line. Okay, so now what are inline elements? Inline elements എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്പേസിംഗ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു ബൗണ്ടറിയിൽ മാത്രം വരുന്നതാണ് ഇൻലൈൻ എലിമെന്റ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്പാൻ ടാഗ്. ഓക്കെ, സോ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ മൈ സെക്കൻഡ് കോഡ്, ഈ മൈ സെക്കൻഡ് കോഡിൻ്റെ അവിടെ ഞാൻ ഒരു സ്പാൻ ടാഗ് യൂസ് ചെയ്ത് ആഡ് ചെയ്യാമോ. ദിസ് ഈസ് വർക്കിംഗ്, സേവ് ആൻഡ് ഐ വിൽ റിഫ്രഷ്. സി, ഇത് ന്യൂ ലൈനിൽ പോവാതെ സെയിം ലൈനിൽ തന്നെ അത് അച്ചീവ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഇൻലൈൻ എലിമെൻറ്റ്. ഇൻലൈൻ എലിമെൻറ്റ് മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ EM ടാഗ്. EM ടാഗ് എന്ന് വെച്ചാൽ എംഫസിസ് ടാഗ്. എംഫസിസ് ടാഗ് മെയിൻലി ഒരു സെമാൻറ്റിക് ലെവൽ ഒരു ടാഗാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ്. സോ EM ടാഗ് ഇവിടെ ഇനീഷ്യലി ഇവിടെ മൈ ഫസ്റ്റ് കോഡ്. സോ ഈ ഫസ്റ്റിന് എനിക്ക് ഇവിടെ ഇറ്റാലിക്സിൽ എഴുതുന്നുണ്ട് EM മൈ ഫസ്റ്റ്. സോ സേവ്, സി ഇറ്റാലിക്സ്, ഇറ്റ് ചേഞ്ച് ടു ഇറ്റാലിക്സ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ സ്ട്രോങ് ടാഗ്. മൈ സെക്കൻഡ് കോഡ്, ഈ മൈ സെക്കൻഡ് കോഡിൻ്റെ സെക്കൻഡ് കോഡ് എനിക്ക് കുറച്ച് ബോൾഡർ ആക്കണം. സോ ഐ വിൽ ബി യൂസിങ് സ്ട്രോങ് ടാഗ്. സോ ഐ ഹാവ് ആഡഡ് ഇറ്റ്. Now let's check it. See, strong. So my second code കുറച്ചും കൂടി ബോൾഡർ ആയിരിക്കാം. സോ അതാണ്. ആൻഡ് ഇൻലൈൻ എലിമെൻറ്റ് മറ്റൊരു എക്സാമ്പിളാണ് ലിങ്ക് അല്ലെങ്കിൽ ആങ്കർ ടാഗ്. മോസ്റ്റ്ലി അതിന് ആങ്കർ ടാഗ് എന്നാ പറയുക. സോ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൈ ഫസ്റ്റ് കോഡ്, ഈ മൈ ഫസ്റ്റ് കോഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇൻ ദ ബിഗിനിങ് ഞാൻ അവിടെ ഒരു ലിങ്ക് ആഡ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് സി ഹൗ ഐ ക്യാൻ അച്ചീവ് ദാറ്റ്. മൈ ഫസ്റ്റ് കോഡ് എവിടെ, മൈ ഫസ്റ്റ് കോഡ്. ഓക്കെ, ഐ തിങ്ക് മൈ ഫസ്റ്റ് കോഡ് ഞാൻ ഇവിടെ ചെയ്താൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ഐ വിൽ റൈറ്റ് ഹിയർ. ഈ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഇവിടെ ഞാൻ ഇത് കാണിച്ചു തരാം. ഓക്കെ, href https google.com and closing tag Google. Okay, save, refresh. See, ഇവിടെ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആയ ഒരു ലിങ്കിൻ്റെ റെഫറൻസിലാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. Wow, see, as soon as I clicked on Google, it redirected to Google. Okay, so അതാണ് ഇതിൻ്റെ A tag, anchor tag. സോ നെക്സ്റ്റ് ഇൻലൈൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ടാഗ് എങ്ങനെ അച്ചീവ് ചെയ്തെന്ന് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ MGSRC ഈ ഇമേജ് ടാഗും ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. സോ അവിടെയും ക്ലോസിംഗ് ടാഗിൻ്റെ ആവശ്യമില്ല ആഫ്റ്റർ ദി ആംഗിൾ. സോ അത് എങ്ങനെ അച്ചീവ് നോക്കാം. ലെറ്റ്സ് സേവ് ഇറ്റ്. സി, സബ്സ്ക്രൈബ് എന്നുള്ളത് ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് CSSലൂടെ സ്റ്റൈലിംഗ് ഒക്കെ പ്രോപ്പർ ആക്കാം.
and ഞങ്ങളുടെ എഴുതുകയാണ് height for example 55 pixels. Let's save it. See, subscribe. So പ്രോപ്പറായി അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇമേജ് H3 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ഹൗ ടു ലേൺ ദ കോഡ്. സോ ദി H3ൻ്റെ സെയിം ലൈനിലാണ് ഇമേജ് വന്നത്. അതൊരു ന്യൂ ലൈനിലല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ഇൻലൈൻ എലിമെൻറ്റ്. ഓക്കെ, സോ ബേസിക്കലി ഈ കോഡ് കുറച്ച് അഗ്ലിയായി ഇപ്പോൾ തോന്നും നിങ്ങൾക്ക്. ബട്ട് CSS ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഗ്ലാമർ കൂടും. അപ്പോൾ കുറച്ച് കാണാൻ ഒരു പ്രോപ്പറായ ഒരു ഡിസ്പ്ലേ വരും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മിനിമൈസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്പേസ് ഒന്ന് റാപ്പിംഗ് ഒരു പ്രോപ്പറായിട്ട് കാണുന്നില്ല. സോ ഞാൻ അവിടെ Ctrl+B പ്രസ് ചെയ്യണം. ദറ്റ്സ് എ ഷോർട്ട് കട്ട് Ctrl+B. അപ്പോൾ ഈ ഈ മിനിമൈസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ലേ ലെഫ്റ്റ് സൈഡിലൂടെ, അത് ഓട്ടോമാറ്റിക് നമുക്ക് അച്ചീവ് ചെയ്യാം. VS കോഡ് ഷോർട്ട് കട്ട് Ctrl+B. സി, സോ ഇത് കുറച്ച് സ്പേസ് ഇവിടെ കുറച്ച് ലെങ്ത് ഇപ്പോൾ കൂടിയുണ്ട്. ഓക്കെ ഫൈൻ. സോ ബേസിക്കലി ഇൻലൈൻ ഇമേജ് മാത്രമല്ല, ദർ ഈസ് വൺ മോർ ടാഗ് കോൾ ബട്ടൺ ടാഗ്. ഓക്കെ, ബട്ടൺ ടാഗ് നമുക്ക് അച്ചീവ് ചെയ്യാം. ബട്ടൺ ഫോർ എക്സാമ്പിൾ കോഡ് ബ്ലാസ്റ്റേഴ്സ് സേവ്, ഇതവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. സോ ഇതൊരു ഇൻലൈൻ ആണ്. ബട്ടൺ നമുക്ക് ഇവിടെ H2 അകത്ത് പ്ലേസ് ചെയ്ത് നോക്കാം. സി, കോഡ് ബ്ലാസ്റ്റേഴ്സ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. സോ ഇതും ഒരു സെയിം ലൈനിൻ്റെ വരുന്ന എലിമെൻറ്റ്സ് ഒക്കെ ഇൻലൈൻ ആണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്, ഇൻലൈൻ എലമെൻറ്റ്സ് ആൻഡ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഫർദറായി നിങ്ങൾക്ക് അറിയാൻ നോളജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മോസില്ല MDN എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിനകത്ത് പോയാൽ ആൻഡ് ഒന്ന് ഡീപ്പായി റിസർച്ച് നടത്താം. ഓക്കെ ഫൈൻ. സോ ഒന്ന് റീക്യാപ്പ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ ഇൻലൈൻ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇൻലൈൻ എലിമെൻറ്റ്സ് പഠിച്ചത് എ ടാഗ്. ഓക്കെ, എ ടാഗ് ഓർ ലിങ്ക് ചെയ്യാൻ, ആൻഡ് സ്ട്രോങ് ടാഗ്, എംഫസിസ് ടാഗ്, ബട്ടൺ ടാഗ്, ഇമേജ് ടാഗ്, ഇതൊക്കെ ഇൻലൈൻ ആണ്. ആൻഡ് ബ്ലോക്ക് ലെവൽ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? H1 ടാഗ്, H1 to H6 ഹെഡിങ് ടാഗ് ഏതും ബ്ലോക്കാണ്. ഓക്കെ, ആൻഡ് പാരഗ്രാഫ് ടാഗ്. പിന്നെ ഏതാണ്? പിന്നെ വൺ മോർ ടാഗ് ഞാൻ നേരത്തെ പറഞ്ഞ div ടാഗ്, അത് പിന്നീടായിരിക്കും പഠിക്കുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പെർ ഇൻ്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വൈറ്റ് സ്പേസിങ്ങിനെ കുറിച്ച് പഠിക്കാം. വാട്ട് ആർ വൈറ്റ് സ്പേസിങ്? വൈറ്റ് സ്പേസിങ് ബേസിക്കലി അഡീഷണൽ സ്പേസസ് നമ്മൾ അലൗട്ട് ചെയ്യുന്നതാണ് വൈറ്റ് സ്പേസിംഗ് എന്ന് പറയാം. അതിനെ കുറിച്ചൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ ദാറ്റ് ഒരു ന്യൂ പാരഗ്രാഫ് ഇരിക്കാം. ദിസ് ഈസ് ഫോർ വൈറ്റ് സ്പേസിംഗ്. ഓക്കെ, സേവ് ചെയ്തു. സോ ന്യൂ ലൈനിൽ വന്നു. ദിസ് ഈസ് ഫോർ വൈറ്റ് സ്പേസിംഗ് ആൻഡ് ദിസ് ഈസ് നിങ്ങൾ പറയാം പാരഗ്രാഫ് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. ആൻഡ് നൗ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വൈറ്റ് ആൻഡ് സ്പേസിംഗ് ഇതിൻ്റെ മിഡിലിൽ വൈറ്റ് സ്പേസിങ്ങിൻ്റെ VS കോഡിൽ വന്ന് ഞാൻ അഡീഷണലായി സ്പേസ് ബാർ യൂസ് ചെയ്ത് സ്പേസ് കൊടുക്കുകയാണ്. ഓക്കെ, ദിസ് മൈറ്റ് ലുക്ക് ബിറ്റ് അഗ്ലി ബട്ട് ദിസ് ഈസ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ റിഫ്രഷ് ചെയ്തു. സി, റിഫ്രഷ് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും ദർ ഈസ് നോ ചേഞ്ച്. അതിൻ്റെ കാരണം എന്താ? ബിക്കോസ് ബ്രൗസർ ഈ എക്സ്ട്രാ സ്പേസിങ് അത് കൺസിഡർ ചെയ്യുന്നില്ല. ബ്രൗസർ പറയാമെന്ന് നിങ്ങൾ എത്ര സ്പേസ് ഇട്ട് കഴിഞ്ഞാലും ഞാനത് കൺസിഡർ ചെയ്യില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഇത്ര ക്യാരക്ടേഴ്സ് നമ്മൾ വെറുതെ അവിടെ കൊടുക്കുകയാണ്. സോ അത് ബ്രൗസർ കൺസിഡർ ചെയ്യില്ല. സോ ഇത് ജസ്റ്റ് ഫോർ ദി ഫോർമാറ്റിംഗ് പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഫോർമാറ്റിംഗ് പർപ്പസിന് സ്പേസ് ബാർ യൂസ് ചെയ്യാം. അഡീഷണലായി നിങ്ങൾക്ക് റിയലായി വൈറ്റ് സ്പേസിങ് കൊടുക്കണം എന്ന് ഉണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വൈറ്റ് സ്പേസിങ് ബാക്ക് ടു സ്പേസ്. ഓക്കെ, അഡീഷണലായി നിങ്ങൾക്ക് റിയലായി ഇവിടെ വൈറ്റ് സ്പേസിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് ഒരു ഓപ്ഷൻ ഉണ്ട്,
ampersand NBSP. See, there is space on under. So ampersand NBSP ഒരു 3 times 3 4 5 times കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. See, 1 2 3 4 5 6 times ഞാൻ കൊടുത്തു. 6 times ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു ആമ്പസൺ എടുത്തു കഴിഞ്ഞാൽ സ്പേസിങ്, നെക്സ്റ്റ് ആമ്പസൺ, സി ഇതൊക്കെ ഞാൻ ആമ്പസൺ ഉണ്ട്. സി കണ്ടല്ലേ? സോ വൈറ്റ് സ്പേസിങ്, നിങ്ങൾക്ക് സ്പേസ് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളെ ഒരു പർട്ടിക്കുലർ ലൈൻ പർട്ടിക്കുലർ ഡോക്യുമെന്റിൽ, എന്നാൽ ആമ്പസൺ NBSP യൂസ് ചെയ്യാം. For spacing. Fine. And next tag എന്ന് പറയുന്നത് HR tag. So what is this HR tag? HR tag എന്ന് പറഞ്ഞാൽ horizontal rule. ഇത് ജസ്റ്റ് ഒരു ലൈൻ ബ്രേക്കർ എന്ന രീതിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു ടാഗാണ് ഹൊറിസോണ്ടൽ റൂൾ ടാഗ്. ഒരു ഹൊറിസോണ്ടലായ ഒരു ലൈൻ അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും. സോ ഞാൻ മനസ്സിലാക്കാം. സേവ് ചെയ്യാം, റിഫ്രഷ്, സേവ് ലൈൻ, കോപ്പി ആൻഡ് H1 കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റൂൾ ടാഗ് ചെയ്തതാണ്. സേവ്. ഇത് പ്രോപ്പറായിട്ട് ഒരു ഡോക്യുമെന്റിന്റെ ഒരു അതിൻ്റെ ഒരു ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വെച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് BR ടാഗിനെ കുറിച്ച് പഠിക്കാം. BR ടാഗ് മീൻസ് ബ്രേക്ക് ടാഗ്. ഓക്കെ, സോ BR ടാഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഈ പാരഗ്രാഫ് ശേഷം BRും ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. ലൈക്ക് HR ടാഗ്, like image tag. BR is also a self-closing tag, and BR this will work fine. Save. Okay, so this will work fine. ഇത് പാരഗ്രാഫിനകത്ത് ഞാൻ പ്ലേസ് ചെയ്തതാണ് BR ടാഗ്. ഓക്കെ, ആൻഡ് ഇതുപോലെ നമുക്ക് വീണ്ടും പ്ലേസ് ചെയ്യാം. This is second line. Okay, so vertical ആയിട്ട് ഒരു ബ്രേക്ക് കൊടുത്ത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അത് BR ടാഗ് യൂസ് ചെയ്യാം. BR ടാഗ് ആവുകൊണ്ട് ഒരു ഇൻലൈൻ എലിമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, BR ടാഗ് ഈസ് ഓൾസോ an inline example of inline element. എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതിവിടെ BR ടാഗ് യൂസ് ഇപ്പോൾ നെക്സ്റ്റ് ലൈനിൽ വന്നല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് ഇൻലൈൻ ആവുക, ഇത് ബ്ലോക്ക് അല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ BR യൂസ് ചെയ്തപ്പോൾ അധികം സ്പേസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ദിസ് വിൽ വർക്ക് ഫൈൻ, ദിസ് ഈസ് സെക്കൻഡ് ലൈൻ എന്ന് വന്നത്. ഈ സെയിം ലൈനിൽ ഞാൻ വീണ്ടും ഒരു പാരഗ്രാഫ് ആണ് യൂസ് ചെയ്യുമെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് check this space and refresh. See, totally ഒരു ന്യൂ ലൈനിലേക്ക് അത് വന്നത് കണ്ടോ? അൺലൈക്ക് BR ടാഗ് യൂസ് ചെയ്യപ്പോൾ എന്താ പറ്റിയേ, അത് സെയിം ലൈനിൽ ബട്ട് കുറച്ച് എക്സ്ട്രാ സ്പേസിങ് യൂസ് ചെയ്തേ ഉള്ളൂ, ആൻഡ് അത് ലൈൻ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലൈനിൽ വന്നു. മറിച്ച് പാരഗ്രാഫ് റിയലായ ബ്ലോക്ക് ലെവൽ എലിമെന്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ അത് ഒരു ന്യൂ ലൈനിലേക്ക് തന്നെ വന്നു. സോ അതുകൊണ്ടാണ് BR ടാഗിനും ഒരു ഇൻലൈൻ എലിമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക BR ടാഗ്. ആൻഡ് HR ടാഗിന്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ HR ടാഗ് ഈസ് ആൻ ബ്ലോക്ക് ലെവൽ എലിമെന്റ്. സോ ഇതും ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. BR tag is an inline block element. BR tag is an inline element or block element എന്ന് വെച്ച് കഴിഞ്ഞാൽ BR tag is an inline element and HR is an block element.
സോ ഫർദറായി നമ്മൾ പഠിക്കുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം.